ഞാൻ അമ്മയും കൂടി ചിക്കൻ നന്നാക്കി വറുക്കാൻ പോവാണ് ഗൈസ് അല്ലേ. ഞാൻ കാണും, ഞാൻ തിന്നും, അമ്മ ഉണ്ടാക്കും അല്ലേ. അതെ അതെ, അങ്ങനെ എനിക്ക് സാധ്യത. ചിക്കനൊക്കെ കഴുകിയെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഉത്തരവാദിത്തോടെ ഞാൻ വറുക്കാൻ വെച്ച് മസാലക്ക് ആള് പറ്റിയല്ലോ. ചില കൊള്ളൊന്നുമില്ല. ഇന്ന് ഉത്തരവാദിത്തോടെ ഞാൻ വറുക്കാൻ വെച്ചു, അമ്മ മസാലക്ക് പറ്റിരും. അതെ വെളിച്ചെണ്ണക്ക് എന്തോരം തിളക്കണം ഞാൻ നോക്കൂട്ടാ അല്ലേ. വീട്ടിൽ നിന്ന് തിന്നാന ഭാഗമായിട്ട് ശരിക്കും പുറത്ത് നയിക്കണ്ട. ഭക്ഷണം ഉണ്ടാക്കി ചിക്കൻ വാങ്ങി, ചിക്കൻ മീൻ 2 തരം മീൻ വാങ്ങിച്ചു വെറുതെ രസത്തിന്. അപ്പൊ കൊഴുവറക്കുണ്ട് ഇപ്പൊ ഇല്ല, സന്തോഷം ചീത്ത കിട്ടും. അപ്പൊ ചിക്കൻ വറക്കാൻ പോവാണ് ഗൈസ് അല്ലേ. ആള് മസാല ഒക്കെ സെറ്റ് ആക്കുന്നുണ്ട്. അയ്യോ കുരുമുളക് പൊടി എടുക്കേണ്ട ആള് എന്തൊക്കെ എടുക്കുന്നുണ്ട്, എന്തൊക്കെ നടക്കും. ജെസ്സിമോളാണ് ഉണ്ടാക്കാൻ പോണത്. ഏത് ഞാൻ പറയാം അത് ഇതെന്ന് പറയാതെ ഞാൻ എന്തെന്ന് പറയാം 150 പറഞ്ഞിട്ടുണ്ട്. ചരവാ അപ്പൊ അങ്ങനെ പറയാ. എല്ലാം കഴിഞ്ഞു. പട്ടിണിയും പരിവട്ടാട്ടോ ചേച്ചിയെ കുടുംബത്ത്. എന്നെ പട്ടിണിക്ക് ഇട്ട് കൊല്ലാണൊന്നും തിന്നാതെ തന്നെയല്ലേ അവര്. ഞാൻ ശോഷിച്ചു. 200 ഗ്രാം കുറഞ്ഞു. ഞാൻ 60 കിലോ ഉണ്ടായിരുന്ന 59-100 ആണോ. അപ്പോഴാണ് ഈ എല്ലുമ്പോ കുത്തുമ്പോ പറയും ഓ അപ്പൊ എന്റെ എല്ലുമ്പോ കുത്തുണ്ടെന്നാണ് കണക്ക്. നിനക്ക് മാത്രം പുറത്തിറങ്ങണല്ലോ. ചായ കുടിക്കാൻ പോണ്ട. 11 പോണം. 11 മണിക്ക് ഈ കുടുംബത്തിൽ ഞാൻ 11 മണിക്ക് പോയിട്ടില്ല. 11 മണി നമ്മളെ ഒരു വൈബ് അല്ല. 11 മണിയാകുമ്പോ ഈ വീട്ടിൽ വെച്ച് കുടിച്ച് എനിക്ക് കിടന്നുറങ്ങാലോ. ഞാൻ പോയിട്ട് പോരുന്ന്. പോയിട്ട് 11 മണിക്ക്. ഞാൻ അങ്ങനെ ചെയ്യോ. നീ ഉറങ്ങിക്കോ. വീട്ടില്ല അതുകൊണ്ട് വീട്ടില്ല. മര്യാദക്ക് ഭക്ഷണം കഴിച്ചു. ശരി 10:30. ഈ ഭക്ഷണം 10 മണി. എന്റെ മോൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ പിന്നെ എന്തിനീ പുറത്തുനിന്ന് ഇവിടെ പാലിരിക്കുന്നു. നിനക്ക് വേണമെങ്കിൽ ഒരു ചായ വെച്ചൂടാ. ചായ വെക്കാനോ ജേസിയെ? എനിക്ക് വിശർപ്പിന്റെ അസുഖം വിശർപ്പിന്റെ അസുഖം ഡോക്ടർ പറയണേ. ഞാൻ ചായ വെക്കും. ഞാൻ നാളെ ചായ വെക്കാടാ. ഞാൻ ചായ വെക്കാൻ പഠിക്കാം. എനിക്ക് ചായ വെക്കാറുള്ള കാര്യം. പക്ഷെ എനിക്ക് വലിയൊരു സംഖ്യ അറിയാം. വെള്ളം തിളപ്പിക്കാൻ, പപ്പടം വറുക്കാൻ, മുട്ട പുഴുങ്ങാൻ, മുട്ടപ്പം ഉണ്ടാക്കാൻ, അതൊക്കെ അറിയാം. വലിയ വലിയ പണികൾ അറിയാം. ഇങ്ങനത്തെ ചെറിയ ചെറിയ ചിക്കൻ ഫ്രൈ, അതുപോലെ കടലക്കറി, ചോറ്, ഇതൊന്നും എനിക്കറിയാം. ചെറിയ ചെറിയ പണി ഞാൻ ചെയ്യാറില്ല. ബാ പീടിയെ പോവാ. എന്തിനു വാങ്ങിച്ചോ ബാ പോവാ. അപ്പൊ ഞങ്ങൾ കടയിൽ പോയിട്ട് വരാം കാശ് അല്ലേ. പീടിയേക്ക് എനിക്ക് വയറ് നിറച്ചെല്ലാം വാങ്ങിച്ചാലെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് അധികം സാധനം കുറച്ച് സാധനം മതി. വയറ് നിറച്ച് ഒരു ദിവസം ഞാൻ വീഡിയോ ഇടണം. ഞാൻ ഒരു ദിവസം എന്തോരൊക്കെ തിന്നുന്നുള്ളത് അതിന് സാധനം സെറ്റ് ചെയ്യണം. കാണിച്ചരാം. അല്ല പാമ്പണോ ഫുള്ളിരിട്ടാണ് ഗൈസ്. കണ്ടോ ഞങ്ങൾ 2 പേരും കാല് വെച്ച് നടന്നു പോവുകയാണ്. അപ്പോഴേക്ക് നിങ്ങൾ കണ്ണിലേക്ക് അടിക്കുന്നു. പാമ്പൊന്നും ഉണ്ടാവില്ല. ഞാൻ പേടിക്കുന്ന ചെയ്യാം. ഞാൻ ഗീ വർഗീസ് കുഞ്ഞാളണം. അങ്ങനത്തെ ഒരു ഗഡിമോൻ ഇട്ടാ. ആ ഗഡിമോന്റെ പോലത്തെ ഇളവാ. പാമ്പൊന്നും വരൂല അല്ലേ ചേച്ചിയെ. വരില്ല വിചാരിക്കണം. ഞാൻ എന്ത് ചെയ്യാനാണ്. എൻ്റെ മേത്തി പാമ്പുണ്ട്. അത് വലിയ കഥ. ഞങ്ങളെന്തൊരു കടയിൽ പോട്ടെ. തിന്നാനുള്ള എന്ത് ചാൻസ് എടുക്ക്. രസമോളെ എന്താ തിന്നാടുക്ക്. സെറ്റാക്കിതാ. 1 കിലോ പഞ്ചസാര. എനിക്ക് ഷുഗർ ഒന്നും ചാവും ഞാൻ. ഓ ഓണായില്ലേ. വാങ്ങി എന്തെങ്കിലും വാങ്ങിച്ചോ. ഒക്കെ 5 പാക്കറ്റ് മിക്സർ എടുക്ക്. ഇതിലൊക്കെ നോക്കട്ടെ. ഇതെടുത്തു ഗൈസ്. ഇത് 5 രൂപ ഉള്ളൂ. എടുത്ത് നിനക്ക് ഷുഗർ എടുക്കട്ടാ. ഇതെടുത്തുടാ. ഇതെന്താ പേര് പറഞ്ഞോടാ. ഒന്നും കുഴപ്പമില്ല. ഞാൻ മറ്റേ പട്ടി നോക്കാം. എൻ്റെ 3 ഷവർമ ഉണ്ടായ പട്ടി കൂടി ഉണ്ട്. അവിടെ പോയാ മഴ പെയ്തപ്പോ കുടുംബത്തിൽ കൂടി വന്നത്. എൻ്റെ 3 ഷവർമ ഇവിടെ വെച്ച് പോയാ. നല്ല ദണ്ണുണ്ട്. തക്കാളി എല്ലാ ഐറ്റംസ് ആയിട്ട് വരുന്നുണ്ട്. ടീച്ചേഴ്സ് പണിയെടുക്കാണ് ഗൈസ്. നാടിനും വീടിനും വലിയ ആളാണ്. വേറത്തെ വീഡിയോസ് എടുക്കുന്നതാണ്. ലൈവ് ഒന്നും ഞാൻ അവിടെ വന്നില്ല. കാറൊക്കെ എത്തിച്ച് കാറൊക്കെ ഓടിച്ച് വന്ന് കുടുംബനാഥനായിട്ടാ ഗൈസ് ആള്. കൃഷ്ണ കുടുംബനാഥനായി.
ഈ സാധനം കഴിച്ചിട്ട് കൊറേ നാളായിട്ടാ. വെള്ളമൊക്കെ തിന്നില്ലട്ടാ. നോക്കി നോക്കാം. ഒരെണ്ണം എടുക്ക പ്രാഞ്ചേട്ടാ. അത് 1 ലിറ്റർ മുളക് കാണാം. ഹൈജീനിക്കായ മതിയായിരുന്നു. എടുത്തോ. ഹൈജീനിക്കായ മതിയായിരുന്നു. തിന്നോക്കുന്ന രാത്രി കഴിക്കാൻ പാടില്ല. കാരണം കുളിച്ച് വരും. അതുകൊണ്ട് ചിലപ്പോ ഒരെണ്ണം കഴിക്കുള്ളൂ. വെളിച്ചെണ്ണ എടുത്തോ 1 കിലോ. 1 കിലോനാ എന്തിനാ? അല്ല 1 കിലോ അല്ല 1/2 കിലോ മതി. 400 രൂപയില്ലേ? എനിക്ക് രാത്രി കട്ടൻ കാപ്പി കൊണ്ടാ. ലുട്ടാപ്പിയോ എയർ ടൈറ്റ് ആയിട്ട് വെക്കണമെന്ന്. ഇതിങ്ങനെ വെച്ചിട്ട് ഫ്രിഡ്ജ് എടുത്താ മതി. അയ്യോ വന്നു എന്റെ 3 ഷവർമ എന്നാ പട്ടി മോനെ നീ കഴിച്ചേ. വേണ്ട ഒരു കൊഞ്ചിനും വേണ്ട, പൊക്കോ. എന്റെ കൺമു എന്നെ തൊഴിയേ കടിക്കള. ഏത് സ്പോട്ട് നോക്കി കടിക്കുന്നു നോക്കുന്ന ആള്. എന്നാലും എന്റെ 3 ഷവർമ നീ ഒറ്റ ഇരിപ്പിന് തിന്ന. 3 പൊറോട്ട അടക്കാം. ഉളുപ്പുണ്ട് എനക്ക്. 3 ഷവർമ തിന്നിട്ട് നിക്കണ അതാ ഒരു കൂസലാണ് പോവാള്. 9, 10, 11, 12. എനിക്ക് ഈ മാങ്ങ കൊതിയാവണു. ഭയങ്കര കൊതി. എനിക്ക് ഈ ഉപ്പിട്ട സാധനം ഭയങ്കര കൊതിയാ. ഇതെടുക്ക് പ്രാഞ്ചേട്ടാ. ഇത് എത്രയാന്ന് വെച്ചാ സെറ്റാക്കി എടുക്കുക. എനിക്കെന്തോ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. പഴുത്ത മാങ്ങയാലും 15 രൂപ. 15 രൂപ തന്നെ വില. മാങ്ങ കൃഷി തുടങ്ങിയായിരുന്നു. എളുപ്പമല്ല. എനിക്ക് ഭയങ്കര കൊതി ഇങ്ങനത്തെ സാധനം നോക്കാം. പൈനാപ്പിളൊക്കെ മധുരമുള്ളത് ഞാൻ ഉപ്പൂട്ടി കഴിക്കും. ഇത് ജസ്റ്റ് ഓർമ്മകൾക്ക് വേണ്ടി എടുത്തേക്കെന്താ. ചിലപ്പോൾ ഞാൻ എടുത്തിടും. ഒക്കെ എൻ്റെ ഒരു മൂഡ് അനുസരിച്ചിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഡിലിറ്റി ഒക്കെ കൂടിയിട്ട്. അത് എൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. ഒറ്റ മൈൻഡാണ്. ഞാൻ പിടിച്ചെടുത്തിടും. മിണ്ടണ്ട. തെറ്റുപെടൂല. പേടിക്കണ്ട. എനിക്ക് ഞാൻ ഗൃഹനാഥനായി ഗായ്സ്. എനിക്ക് സാധനം ഓർമ്മയില്ലേ ലക്ഷ്മോളെ മറ്റേ സിനിമയില്ലേ വിനോദയാത്രയില് 1 കിലോ ഉള്ളിക്ക് എന്താ വിലന്നറിയോ? 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് എന്താ വിലന്നറിയോ? ആ സാധനം ഓർമ്മ പറഞ്ഞ എന്താ വില? 800 സംതിങ്. ഇത് മൊത്തം 800 സംതിങ് ആയിട്ടിപ്പോ. എളുപ്പല്ല. എന്താ വില കയറ്റം. മുഖ്യമന്ത്രി ഇതൊന്നും കാണുന്നില്ലേ? എന്താ കാര്യമില്ല. ആള് വല്ല ഫ്ലൈറ്റ് ഇറങ്ങി ഇറക്കണ്ടോ? ഇനി വീട്ടിൽ പോയിട്ട് ചിക്കൻ വറുത്ത് തിന്നിട്ട് ഒരു ചായ കുടിക്കുക. ഒരു 10 മണി 10 പോയിട്ട് 12 മണിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങണം. അല്ലേ? തുറക്കില്ല. ഞാൻ മറ്റേ സാധനം അടിക്കും. ഗ്രേസ്കൽ കോട്ടയിലെ ശക്തി. ആ സാധനം അടിക്കും. കണ്ട ചേട്ടനോട് മൂത്ത മോനുള്ള സ്നേഹം ഇന്ന വേണ്ട. സ്റ്റോ 2 മക്കളോട് അപ്പൊ 3 മക്കളുണ്ടെങ്കിലോ? 3 മക്കളുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആരോടും സ്നേഹം ഉണ്ടാവുക മൂത്ത മോനോട്. താഴെയുള്ളവരോടും. അപ്പൊ അതിന്റെ ഇടയിലുള്ള പൊട്ടന്മാരാ. അല്ല ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാവുക മൂത്തതും താഴെയുള്ളത്. എനിക്ക് വേറെ ഇടയിലില്ലാത്തോണ്ട് എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമുള്ളൂ. ഇടയിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇടയിലുണ്ടെങ്കിൽ ഞാൻ ഇടയിലുള്ള ആളെ പേരും പറയും. നമുക്കൊരു കൊച്ചു എന്തെടുത്താലോ? എന്തായാലും ഞാൻ അതൊക്കെ വേണ്ടത്. 3 വാഴ വളർത്തുന്നുണ്ട്. അത് മതിന്ന്. ഇനി പോയി എന്തെങ്കിലും തിന്നിട്ട അല്ലെങ്കിൽ വിശന്നത് വാഴയോ കഴിച്ചല്ലേ. വേണ്ട. ഞാൻ മറ്റേ കട ഒരു കടയുണ്ട്. ആ കട ഞാൻ കാണിച്ചാലോ. അവിടുത്തെ സെറ്റ് സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സെറ്റാക്കിയതാണ്. റേറ്റ് കുറവാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ സെറ്റ് കാണിച്ചാലോ എൻ്റെ വീട്. ചിക്കൻ വിശന്നിട്ടാണ് വന്നത്. ചിക്കനൊക്കെ പുറത്ത് തിന്നല വെച്ചു. എവിടെ ഇന്നലെ പോയപ്പോ കറണ്ട് പോയി. ഇത് മറ്റേ സാധനം സോളാർ സംഭവം. സോളാറിനല്ല എന്തിനു ഓൾറെഡി ചാർജ് ആയിട്ടുണ്ട്. പെട്ടുപോയി ഗൈസ്. തേങ്ങയാ? എന്റെ ഫോണെ തേങ്ങണോടല്ലോ. ആറ്റോട്ട് വന്നാ ഇന്നലെ കറണ്ട് പോയത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു. കാരണം ഉള്ളൂര് വെച്ച് വണ്ടി ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളൂര് ഞങ്ങളവിടെ ഉള്ളൂര് എവിടെ വരുന്നു. ഉള്ളൂര് മാലാകര മടത്തിനവിടെ വെച്ച് വണ്ടി ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വീട്ടിലേക്ക് വരുന്നു. കാട്ടുകൾ കറണ്ട് പോയി. ഇനി എന്ത് ചെയ്യും ഞാൻ? കണ്ണാണ്ടാ കറണ്ട് വന്നു ഗൈസ്. മറ്റേ സാധനം അടിക്കി. സത്യം സത്യം അടിക്കണല്ലേ? സത്യം ശിവം സുന്ദര. കത്തിക്കില്ലാന്നാ? കെടുത്തില്ല. എന്തൊക്കെ പറയണല്ലേ?
ഞങ്ങൾ ചിക്കൻ വറുക്കാൻ പോകുകയാണ്. അപ്പൊ കണ്ണ് കാണാണ് ഇതൊക്കെ ചെയ്യണേ. ഇതിന്റെ ശക്തി സമ്മേടാ, കണ്ണ് കാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതേ. എന്താ ചിക്കൻ വറക്കട്ടെ കേട്ടോ ഞാൻ. 400 വെളിച്ചെണ്ണ ഈ കിടന്ന് തിളക്കണേ. ഞാൻ പറക്കാം. എന്റെ കൈപ്പുണ്യം ഇവരൊക്കെ അറിയാമല്ലോ. ഇത് മറ്റേ സാധനട്ടാ, ഇത് ആ കടിച്ചു മുറിച്ച് തിന്നണ സാധനം. പിടി ഇങ്ങനെ പിടിച്ചാ എന്നെ പിടിച്ചാ മതി. ഹലോ ഗൈസ്, ജഡ്ജിമോളാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ കുനിഞ്ഞാ നിക്കുന്നത് കൊടിമരം പിടിക്കുന്ന വറക്കാൻ പോണ് ഗൈസ്. ഇതിലേക്ക് പിടിക്ക്, ഇങ്ങനെ പിടിച്ചാൽ മതി. ജസ്റ്റ് ഇതിങ്ങനെ പിടിക്കാ, ഇങ്ങനെ പിടിച്ചാൽ എന്താ കിട്ടണ്ട. എന്നെ കിട്ടണ്ട. കിട്ടണ്ട. ചെയ്തിട്ട് ഓവറായിട്ട് കാണാനില്ല. എന്നെ കാണണ്ട. ഹലോ ഗൈസ്, ഞാൻ സെൽഫി എടുക്കാം. ഞാൻ ഇടാൻ പോവാണ് ഗൈസ് ചിക്കൻ. ഓരോ കഷ്ണങ്ങളായിട്ടില്ലേ. അയ്യോ, ഇതുകൊണ്ട് നമ്മൾ ചിക്കനോട് തട്ടിടും. അയ്യോ കൈ, എനിക്കൊരു പേടിയില്ല. ഇത് മനുഷ്യനെ ചിന്തിക്കാനല്ലാണ്ട് ഓരോ കഷ്ണം ഇങ്ങനെ ഇട്ടു. സ്പേസ് കഴിഞ്ഞു കണ്ട. അയ്യോ ചീഞ്ഞ കൈ കൊണ്ടു. എന്റെ പൊന്നു മോനെ, നീ അവിടുന്ന് മാറി പോക്ക. നീ സെൽഫി എടുത്താലും സെൽഫന്നെ എടുത്താലും കൊള്ളാം. പണിയെടുക്കാൻ സമ്മതിക്കണ്ടല്ല. കൈയും കാലം പൊളിച്ചിട്ട് എനിക്ക് വയ്യ. എനിക്ക് ഉറങ്ങാൻ അവിടെ നിന്നെ കൊണ്ടുപോവാ മതി. ഇതൊക്കെ എനിക്ക് ഇത്ര മതി തിന്നാൻ. ബാക്കി നിങ്ങൾ തിന്നോ. അതൊക്കെ എണ്ണീട്ട് വെച്ചേക്കണു. എണ്ണീട്ടാ എന്ത് ഒരു കഷ്ണം ചിക്കൻ കൊടുത്തില്ല. കൈ കഴുകണമെങ്കിൽ എപ്പോഴും ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും ചെയ്ത് അപ്പൊ കൈ കഴുകണം. ഞാൻ ജിമ്മിന് മുമ്പ് ചിക്കനൊക്കെ തെറ്റിയ സമയത്ത് എപ്പോഴും ഇങ്ങനെ കൈ കഴുകിക്കൊണ്ടിരിക്കണം. ഒരു സമാനം ഉപ്പിട്ട കൈ കഴുകണം. ഉപ്പിട്ട കൈ കഴുകണം. അത് എല്ലാവരും ഉപ്പ് പാത്രത്തിന്റെ കൈ കഴുകും. മുളക് പൊടി എല്ലാ ഇട്ടലും കഴുകും ഞാൻ. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ആണോ? പെരുമാറിനോടൊക്കെ അങ്ങനെ ആണോ? എല്ലാ ഓക്കെ, തമ്പ്രാട്ടനോട് ക്ഷമിക്ക്, അറിയാതെ പറഞ്ഞു പോയി. രാജ്യദ്രോഹ കുറ്റമൊന്നുമല്ലല്ലോ പറഞ്ഞത്. നീ എന്തേലും ഞാൻ കുറച്ച് മെസ്സേജ് ഒക്കെ ചോദിച്ചിട്ട് ഇല്ല അതിപ്പോ ചിക്കൻ വന്നിട്ടുണ്ടാവോ? ഞാൻ നോക്കണ്ടേ നല്ലോണം. പക്ഷെ എനിക്ക് കാണാൻ മനസ്സിലാവണ്ടേ മഞ്ഞ കളർ മൊത്തം. ഇതെന്താ മഞ്ഞ കളർ? കെമിക്കൽ ഉണ്ടാവോ? എനിക്കറിയില്ലല്ലോ, ഞാൻ തിന്നുന്ന പാത്രല്ലേ കാണാറുള്ളൂ. എനിക്കറിയില്ല മഞ്ഞപ്പൊടി ഇടുന്നത്. ഞാൻ ഉണ്ടാക്കണ മുട്ട പുഴുങ്ങണേലോ വെള്ളം ചൂടാക്കണേലൊന്നും മഞ്ഞപ്പൊടി ഇടണ്ട. ഇടണ്ട. അപ്പൊ എനിക്കറിയില്ലല്ലോ. വേണ്ട. അപ്പൊ എനിക്കറിയില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ട് ഹെവി വർക്ക് മാത്രം ഞാൻ ചെയ്യാറുള്ളൂ. ഇതേപോലെ ചെറുപ കമ്പേഴ്സ് പരിപാടി ഞാൻ ചെയ്യാറില്ല. അതെ, തുടക്കാൻ ഞാൻ പറഞ്ഞ തുടക്കാൻ കയ്യൊക്കെ ചെറുതായി പൊടി ഇപ്പൊ നീറുണ്ട് തേങ്ങ. കൗതുക ലേശം കൂടുതലാണ് ഗൈസ്. ഒന്നുകൂടി പറഞ്ഞ എന്താ ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടി പറഞ്ഞ. മറന്നു പോയില്ലേ? അടുക്കളയിൽ പെരുമാറുന്നല്ലേ, കണ്ണടച്ചും ചെയ്യണതല്ലേ. അത് എനിക്ക് വെളിച്ചെണ്ണേ വേല അറിയാത്തോണ്ടാണ്. അച്ചൂടാ എനിക്ക് വേണ്ട. ഞാൻ ഇത് ചിക്കനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കണേ. നീ തിന്നോ? പിന്നല്ലേ അവിടെ ഈന്തപ്പഴം ഉള്ളപ്പോ പിന്നെ എന്തിട്ട് ഈ ലൊക്ക് ചൊടക്കെ നേന്ത്രപ്പഴം. അവിടെ ഈന്തപ്പഴാണ്. റോട്ടി കുടവ് മതി ഈന്തപ്പഴം പൊട്ടിച്ച് ഞാൻ എന്തൊക്കെ അവിടെ. നീ എന്ത് പറയാ? എന്തിനാണ് ദുബായിക്കോണ? ഇവിടെ നിക്ക്. ഓ എന്റെ മോനെ ഒരുത്തൻ സൽഗുണ സമ്പന്ന ഒരുത്തൻ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ നീ എന്തിനു ദുബായിക്ക് പോണു? മറക്കണ്ട. അയ്യോ മറക്കില്ല. ആരും മറക്കാൻ പാടില്ല. ഒന്നും മറക്കാൻ പാടില്ല.
പേടയിലുള്ളവന്മാര് പൊട്ടകളെ നല്ല നഷ്ടപ്പല്ലേ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നത് പോലെ അതിന്റെ അർത്ഥം അത് മനസ്സിലാക്കാനുള്ള ഈ ബുദ്ധി നിൽക്കില്ല. ഇല്ല, അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. എനിക്ക് ഒരുപോലെ ഒന്നും മനസ്സിലായ ഇല്ലട്ടാ, എനിക്കത് തോന്നിയിട്ടില്ല. എന്തോന്നത് ഈ സ്നേഹത്തോട് കൂടി നോക്ക്. സ്നേഹത്തോട് നിന്റെ നോട്ടം മുഴുവൻ അൽഫാമിലേക്കാണ്. അതെന്ത് വർത്താൻ ചെയ്യാൻ ചൂടുണ്ട്, കൊതിമുതൽ പാടില്ല. അവസ്ഥയാണ് കാര്യം. അങ്ങനെ വയറ്റിരുന്നു അത് വാ ദൈവിച്ചു തളച്ചു തളച്ച വിളിച്ചത് എന്നിർത്താ പ്രശ്നമില്ല. ഇനി തരില്ല, ഇനി ചോർന്നു കൂട്ടാനേ ഈ 6 പീസില്ലേ എനിക്ക്? രാജനെ മറ്റേ 6 പീസ് പോരല്ലേ ചെയ്യാ? ആന്റി സുഖല്ലേ? ആ പണിയുണ്ട്. ഓ പണി തിരക്കാണ്. ഓണത്തിന്റെ തിരക്കല്ലേ? മാവേലിക്ക് പോലും ഇത്രയും തിരക്കില്ല. മാവേലിക്ക് പോലും ഇത്രയും തിരക്കില്ലാന്ന്. ഞായറാഴ്ചയുടെ തിരക്കുണ്ട്, അത് കഴിഞ്ഞ എങ്ങനെയാന്നറിയില്ല. നോക്കിട്ട് ഇറങ്ങാം. ഹലോ ഗായ്സ്, അമ്മ എനിക്ക് ഇത്ര പീസ് തന്നുള്ളൂ. 2 പീസിന് അടിച്ചു മാറ്റി കഴിച്ചു, അതാ കേസ്. പിന്നെ അപ്പോൾ ഇത് കഴിച്ചിട്ട് എൻ്റെ അമ്മയോട് ഫുഡ് അടിക്കാൻ പോകാം. അപ്പോൾ ഓക്കെ ബൈ. ചിലപ്പോൾ അവിടുത്തെ വീഡിയോ കൊണ്ടിടും. എടുക്കട്ടെ, രസം. ഹലോ ഗായ്സ്, അപ്പോൾ ഇതോടുകൂടി ഞാൻ ഫുഡ് അടിക്കണ്ട. ചിലപ്പോൾ കഴിക്കുമോ, ചിലപ്പോൾ കഴിക്കില്ല. ചായ കുടിക്കാൻ കഴിക്കുള്ളൂ. ഓൾറെഡി ചിക്കൻ കഴിച്ചല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒറ്റ മൈൻഡ് ചിലപ്പോൾ ഷവർമ കഴിക്കും, അല്ലെങ്കിൽ കഴിക്കില്ല. അത്രയൊക്കെ തന്നെ ഉള്ളൂ.